അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അങ്ങനെ നമ്മളെ നോമ്പിൻ്റെ തുറ ഹദീഖൻ നഖീൽ വെച്ചിട്ടാണ് നമ്മൾ നടത്താൻ പോണത്. ഇൻഷാ അല്ലാഹ് തായിഫിൽ നമ്മളെ ഒരുപാട് സുഹൃത്തുക്കളൊക്കെ പങ്കെടുക്കുന്ന ഒരു നോമ്പ് തുറയാണ്. വെക്കണം ചെങ്ങായി, അതല്ലാതെ ഇതൊക്കെ അങ്ങനെ നമ്മൾ നോമ്പ് തുറക്ക് വേണ്ടിയിട്ടുള്ള നമ്മൾ ആളുകളൊക്കെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അസ്സലാമു അലൈക്കും. മിസ്റ്റർ ജലീൽ, ഷെരീഫാക്ക, അലിയാക്ക, അബ്ബാസ്, എന്താ ഇന്നത്തെ പരിപാടി? ഇൻഷാ അല്ലാഹ് ഒരു വൈബാക്കാതിന്റെ ഒരു തീരുമാനമാണ്. തീർച്ചയായിട്ടും ഒരു മൈൻഡ് ഫ്രീ ആക്കാൻ വേണ്ടിയിട്ട് ഒരാൾക്ക് നോമ്പ് തുറ. അതിന് വേണ്ടിയിട്ട് നമ്മളെ സുഹൃത്തുക്കള്, നമ്മളിവിടെ അലഗാജിനോബി ഏരിയയിലെ സുഹൃത്തുക്കൾ ഏകദേശം തായിഫിലെ ഞങ്ങളുടെ സുഹൃത്തുക്കൾ ഒരു 10-30 ആളുകള് ഔട്ടിങ് നോമ്പ് തുറ. നമ്മളെ വെറുതെ ആളുകൾ എത്തിക്കൊണ്ടിരിക്കുക. നമ്മൾ കാരണവര് മഴമരയൊക്കെ വത്തക്കേറ്റ് വരുന്നുണ്ട്. കത്തി വത്തയൊക്കെ അങ്ങനെ സുഫിയാനും കുഞ്ഞാന്റെ കുട്ടിയും മരുകള്. മാഷാഅല്ലാ, ഇവിടെ നമ്മളെ ഇന്നത്തെ പരിപാടി ഫിക്സ് ചെയ്ത് നമ്മള് അതായത് നമ്മളെ പത്തിപ്പോ ആൾക്കാരുണ്ട്. അതെ, തീർച്ചയായിട്ടും നമ്മള് ദിവസം ഇന്നിപ്പോ എനിക്കറിയാലോ, പിന്നെ റമദാൻ 17ആണ്. വലിയ വലിയ പരിപാടികൾ എല്ലാ നാട്ടിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ നോമ്പുതുറ, അതെ നോമ്പുതുറ ഇന്ന് നമ്മൾ പ്രത്യേകം ഫിക്സ് ചെയ്തുകൊണ്ട് എല്ലാവരും കറക്റ്റ് ഫാമിലികളൊക്കെ എത്തിയിട്ടുണ്ട്. കുടിക്കാനുള്ള വെള്ളം ഏതായാലും നമ്മൾ മുന്നോട്ട് ചെയ്യുക. തീർച്ചയായിട്ടും വരി. അങ്ങനെ ഓരോ വ്യക്തികളും നമ്മളെ ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. കുടിച്ചോ ചെലോ എന്തൊക്കെയുണ്ട്? കാത്തല്ലേ? വിശാലമായ പാർക്കാണ്. ഇരിക്കാനുള്ള മറ്റേ സുജാത പുറക്കിലെ ഫാമിലീസാണ് നമ്മളെ കൂടത്തില്ല. നമ്മുടെ ചങ്ങന്മാര് ഏതാ സ്ഥലം? അടിപൊളി സ്ഥലമാണ്. കുട്ടികൾക്ക് ഉല്ലസിക്കാനുള്ള പാർക്കുണ്ട് അവിടെ, പാർക്കിന്റെ ഉള്ളില് അല്ലേ. നമ്മള് ലൊക്കേഷൻ നമ്മൾ ഇവിടെ തീരുമാനാക്കിയുള്ളത്. കുറച്ചല്ലേ ഇരിക്കല്ലാരും കുട്ടിയെ അല്ലേ? അടിപൊളി സ്ഥലല്ലേ, വൈബാണ്. ഉണ്ടോ ബത്തക്ക സർദക്ക മൊത്തത്തിലൊക്കെ ഇതിന് കൊണ്ടേ അങ്ങനെ ലൈറ്റ് ഉണ്ടാവൂലേ? തവളുണ്ടോ? അത് പിടിച്ചോളി. ഇവിടെ കുയ്യുണ്ട്. അത് കഴിയുന്നുണ്ടാവില്ല തന്നെ കാണുമല്ലോ. എന്റെ പേരത്ത് കോഴ്സിൽ ബാബാന്റെ പേര് സലാമുദ്ദീൻ. സലാമുദ്ദീൻ ഇതല്ലേ? ഓ പൂച്ചന്റെ വർക്ക് വെച്ചല്ലേ ഒരു സ്ഥലടാ. ചുവപ്പ് വെക്കില്ലേ? പിന്നെ ആ ചുവപ്പ് മകനൊക്കെ ഉണ്ടോ? അങ്ങനെ നമ്മുടെ ഭക്ഷണം മതി. റഫീഖ് സാഹിബ്. വാവ്. അസ്സലാമു അലൈക്കും. റമദാൻ കരീം. ഓക്കെടാ.
ബാവേ സാധനം സെറ്റല്ലേ? ബാവന്റെ വണ്ടി വെള്ളമൊക്കെ ഉണ്ടല്ലോ. ഓക്കെ എവിടേക്കാ? ഇല്ല ആ വെള്ളം വരുന്നുണ്ട്. ഇന്ന് ഞങ്ങളെ പരിപാടി എന്താണെന്ന് വെച്ചാല് നമ്മളിവിടെ അലക ജുനൂബിന്റെ ഈ ചെറിയ കോർഡിനേറ്റർ കമ്മിറ്റി, അതായത് നമ്മളെ ചെറിയ ചെറുപ്പക്കാരൊക്കെ പാടെ കൂടിക്കാണ്ട് ഇവിടെ ഉള്ള ആൾക്കാര് നമ്മളെല്ലാവരും പാടെ കൂടിക്കാണ്ട് ഒരു ചെറിയ പരിപാടി ഉണ്ടാക്കിയാണ്. അപ്പൊ ഈ നിസാറിന്റെ പകരം വലിയ പരിപാടി ആക്കണം. എല്ലാ ഫാമിലി അടക്കം എല്ലാവരും ഈ അലകളിൽ ആരെ പറഞ്ഞിട്ടുണ്ടോ ഓലൊക്കെ വിളിച്ചുകൊണ്ട് ഞങ്ങള് ഒരു പാർക്ക് ചെറിയ പരിപാടി നടത്താനുള്ള പരിപാടിയാണ്. ഇൻഷാ അല്ലാഹ് അടിച്ചു പൊളിക്കും. ഇത് ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകും. അൽഹംദുലില്ലാ. വലൈക്കും സലാം. അൽഹംദുലില്ലാ റാത്താണ്. ഇപ്പൊ നമ്മള് അലക പാർക്കിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് അലക ഏരിയയിൽ നമ്മുടെ സഹോദരങ്ങളെ സംഘടിപ്പിക്കുന്ന ഒരു നോമ്പുതുറയായിട്ട് ബന്ധപ്പെട്ടാണ്. അൽഹംദുലില്ലാ മാഷാ അല്ലാഹ് ഒരുപാട് ആളുകളുണ്ട്. പെട്ടെന്നുള്ള ഒരു പരിപാടിയാണെങ്കിൽ കൂടി ഒരുപാട് ആളുകൾ പങ്കെടുക്കുന്ന അതിവിപുലമായിട്ടുള്ള ഒരു നോമ്പുതുറ തന്നെയാണ് നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. അള്ളാഹു കബൂലാക്കട്ടെ, ആമീൻ എന്ന് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുകയാണ്. പ്രത്യേകിച്ച് ബദർ ദിനവും ഒക്കെ ബന്ധപ്പെട്ട സമയത്താണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അതുപോലെ തന്നെ കുറച്ച് ഫാമിലികൾ ഇവിടെ ഉള്ള ആളുകൾ കുറച്ച് ഫാമിലികളൊക്കെ ഇവിടെ സംബന്ധിക്കുന്നുണ്ട്. അൽഹംദുലില്ലാ ഇൻഷാ അല്ലാഹ് നിസ്കാരം കഴിഞ്ഞ് നമുക്ക് ദുആയും കാര്യങ്ങളൊക്കെ നടത്തേണ്ടതുണ്ട്. ഏതായാലും വളരെ നല്ല രീതിയിൽ നമ്മുടെ സഹോദരങ്ങൾ നോമ്പുതുറ ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാ അതിനുവേണ്ടി സഹായിച്ച എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ, ആമീൻ എന്ന് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുക. മൂന്നാമത്തെ നമ്പർ ആയിക്കോട്ടെ സാറേ തെറ്റിക്കണോ? അതിന് 4 ആള്. ഇതിൽ എത്ര ആളുണ്ട്? ഇതില് ഞാനും ചെറുക്കനും കാക്കിയും. തങ്ങോ എന്താ തിന്നോത്തറ ഇതൊക്കെ സുനീക്കമായി ചോറ് വെള്ളം കേട്ടോ. എന്താ ക്യാമറമാനോ എന്റേതായ രീതിയിൽ അതിനൊക്കെ നല്ല തിന്നാനും കൂട്ടാൻ നിൽക്കാം. അതല്ല എന്റെ നേതൃത്വം ആക്കില്ലയോ തമ്പുരാൻ, നമ്മളെല്ലാരും നേതൃത്വത്തിലും. ഒരു പ്ലേറ്റിൽ കുറുക്കി കിട്ടും പഴം ഇതൊക്കെ. പോയോ? അതെ ക്യാമറമാനോ അതിനെ കണ്ടായിരുന്നു. അല്ല ജയമേ സാറേ വീഡിയോ എടുത്ത ചോറിപ്പ് കഴിഞ്ഞു കേട്ടോ. സാറേ ഈ വീഡിയോ എടുത്ത ചോറിപ്പ് കഴിഞ്ഞു. പച്ചവളക് ഉണ്ടായിരുന്നു. എരിമ്പോ വേണ്ടേ ചോറ് പ്രശ്നം കൊടുക്കി എന്താ മാണ്ടേ കൊടുക്കി. ഈ സംഗമത്തിന് എല്ലാവിധ
ആശംസകൾ നേർന്നുകൊണ്ട് ഇനിയും നമ്മൾ ഇത്തരം പരിപാടികളൊക്കെ വെച്ചുകൊണ്ട് ഈ വലിയ മലയാളി കൂട്ടായ്മ KMCC-ക്കാർ എല്ലാവരും ഉണ്ട്. എല്ലാവർക്കും അതാക്കത് ആയിക്കോട്ടെ. അതിൽ KMCC-ക്കാരുണ്ട്. നമ്മളെ മറ്റന്നാളത്തെ പരിപാടിക്ക് മീഡിയ ഫുള്ള് കവർ ചെയ്യുന്നതാണ് കേട്ടോ. കൃത്യമായിട്ട് കൈകാര്യം ചെയ്യണം കേട്ടോ. അത് പ്രത്യേകിച്ച് ഇന്നലെ നമ്മൾ പറഞ്ഞു എന്നിട്ടും പ്രത്യേകിച്ച് ഒഴിവാറിൻ്റെ കിട്ടിയ അവസരം ഒഴിവാക്കണ്ട കേട്ടോ. അതുകൊണ്ട് ഇങ്ങനത്തെ ഇഫ്താർ പരിപാടികളൊക്കെ ഇനിയും സംഘടിപ്പിച്ചുകൊണ്ട് ഒരുപാട് പിന്നെ നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഈ കൂട്ടായ്മ കൂടെ കഴിയട്ടെ എന്ന്. രണ്ട് വാക്ക് പറഞ്ഞാളേ ആ കുട്ടികളെ മെനക്കട്ടല്ലേ. അല്ലല്ല നമ്മളെ എടുത്തുണ്ട് രണ്ട് വാക്ക് പറഞ്ഞാളേ. ഈ കൂട്ടായ്മക്ക് ഇതൊക്കെ നമുക്ക് തലയിൽ കൂടി തലയിൽ കൂടി കണ്ടിട്ടുള്ള ഹലോ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മളെ കൂട്ടായ്മ ഞങ്ങള് കുറച്ച് കൂട്ടുകാരൊക്കെ പാടെ കൂടിയിട്ടൊരു നോമ്പോറ സംഘടിപ്പിച്ചാണ് പാർക്കിൽ വെച്ചിട്ട്. ഈ പാർക്കിന് ഇപ്പോൾ സൂറാബി പാർക്ക് എന്നാണ് അല്ലേ സാറേ? ആ, പാർക്കിൽ വെച്ചിട്ട് വിപുലമായിട്ട് തന്നെ വളരെ മാഷാഅല്ലാഹ് എല്ലാവരും പങ്കെടുത്തു. വളരെ സന്തോഷം. വിഭവസമൃദ്ധമായ ഭക്ഷണം മാഷാഅല്ലാഹ് മറക്കാൻ കഴിയാത്തൊരു അനുഭവം തന്നെയാണ്. എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും. തുടർച്ചയായിട്ട് നമുക്ക് സ്ഥലം എടുത്ത് പോകണം. തീർച്ചയായിട്ടും ഇൻഷാ അല്ലാഹ്. ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും. ഈ ഇഫ്താർ ഈ പരിപാടിക്ക് ഇതെല്ലാ കൊല്ലം നടത്താനും ഇതിന്റെ സംഘാടകർ മുൻപോട്ട് ഇറങ്ങണം. അതുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ് ഈ ഇഫ്താർ സംഗമത്തിന്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും ഹൈർ വരട്ടെ.
പറയാൻ കാരണം നമുക്കറിയാം. ഏതായാലും ശരി, നമ്മള് നാട് വിട്ട് ഇവിടേക്ക് എത്തിയിട്ട് നമ്മുടെ നാട്ടിലൊക്കെ എത്രയോ പരിപാടിയിൽ പങ്കെടുക്കേണ്ട ആളുകൾ നമ്മളെ കുട്ടികളെ കൂട്ടത്തിലുണ്ട്.
നാളേക്ക് ബാക്കിയാവും എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് നമ്മുടെ ജീവിതത്തിൽ തന്നെ എപ്പോഴും ജോലിയായിട്ട് ഇങ്ങനെ നടക്കുമ്പോൾ ചെറിയ എൻജോയ്മെന്റ് ഒക്കെ നടത്താൻ അങ്ങനത്തെ നിസാറ് ഗ്രൂപ്പ് ഇട്ടിരുന്ന ഒരു പരിപാടി നമുക്ക് സംഘടിപ്പിക്കണം. അതങ്ങനെ പിന്നെ നിസാറെന്ന് ഒഴിവായി ഞാൻ പരിപാടി ഞാൻ ഒഴിവായി, ആരുമില്ല, ആരും പരിഹരിക്കില്ല. അപ്പൊ നമ്മൾ ഷിയാബൊക്കെ നമ്മുടെ അടുത്ത് വന്നപ്പം ഞങ്ങൾ പറഞ്ഞു, ഞാൻ ശരിഭാഗോട് ഞങ്ങൾ പറഞ്ഞു ഒരു പരിപാടി നമ്മൾ ഉഷാറാക്കി വെക്കാം, എന്താ സംസാരിച്ചു വെക്കാറ്. അങ്ങനെ ആ സംസാരത്തിന്റെ ഭാഗമായിട്ടാണ് വീണ്ടും ഒത്തുകൂടി. അൽഹംദുലില്ലാഹ് എല്ലാവരും നല്ല പോസിറ്റീവ് പ്രതികരണം നടത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പരിപാടി നടന്നത്. ഇത് വിജയിപ്പിച്ച് ഇൻഷാ അല്ലാഹ് മുന്നോട്ട് നല്ല നല്ല ദിവസങ്ങളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഒരുമിച്ച് കൂടി ഇരിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാകണമെന്ന് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും സ്വാഗതം പറഞ്ഞുകൊണ്ട് നടക്കുന്നില്ല. അതെന്തായാലും നമ്മളിങ്ങനെ എന്തായാലും നമ്മളിത് ഒത്തുകൂടി എന്തായാലും 10-30 ആളുണ്ട് ഇവിടെ. ഇത് എല്ലാ കൊല്ലതേമാതിരി നമുക്ക് ഏതെങ്കിലും ഒരു ദിവസം ഇനി ഇൻഷാ അല്ലാഹ് നമുക്ക് വെള്ളിയാഴ്ച ആക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലതിന്റെ രീതിയിൽ ശരീഭാഗ്യം മുന്നിട്ട് വന്നത്. ഞങ്ങൾ ഒരിക്കൽ ഒന്ന് ഒഴിവാക്കി എന്ന് പറഞ്ഞു, പിന്നെ തിരിഞ്ഞപ്പോഴും ശരീഭാഗ്യം സിയാബാക്കിയും പിന്നാലെ നടന്നാലേ നടക്കൂല, അത് അങ്ങനെ എങ്ങനെയാന്ന് പറഞ്ഞാൽ നമ്മളതിന് പിന്നെ ഇതിന് ഊർജം തന്ന് പ്രോത്സാഹിപ്പിച്ച് മുന്നിട്ട് വന്ന ഒരു തങ്ങളുണ്ടെങ്കിൽ പിന്നാലെ എല്ലാം പറഞ്ഞുതരാന്. അതെല്ലാവരുടെ അസ്സലാമു അലൈക്കും. പിന്നെ വേദിയായി. അൽഹംദുലില്ലാഹ് ഇന്ന് 18ാമത്തെ നോമ്പ്. നമ്മളൊക്കെ പല നാടിലും പല ദിക്കിലും പല കൾച്ചറിലും പല സംഘടനയിലൊക്കെ പ്രവർത്തിക്കുന്ന ഒരാളുകള് നമ്മളെ സൗഹൃദത്തിന്റെ പേരില്, നമ്മളെ സാഹോദര്യത്തിന്റെ പേരില് നമ്മളിന്ന് തായ്ഫിന്റെ മണ്ണില് ഈ അലകയുടെ പരിസരത്തുള്ള പാർക്കിൽ ഒരുമിച്ച് കൂടി. അതാണ് നമ്മൾ ഒരുമിച്ച് കൂടിയതും ഈ നോമ്പ് തുറക്കെ അവന്റെ പൊരുത്തത്തിലാക്കി തിരുമാറാവട്ടെ. ഇതൊക്കെ നമുക്കൊരു വലിയ സന്തോഷമാണ്. നമുക്കൊന്നും ആർക്കും വലിയൊരു ഭാരിച്ച സാമ്പത്തിക നഷ്ടങ്ങളോ വേറൊന്നും സംഭവിച്ചിട്ടില്ല. നമ്മളൊക്കെ പല മാനസികമായുള്ള പ്രയാസത്തിലാണ് ഇവിടെ പ്രവാസ ലോകത്ത് നിന്ന് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നുവെച്ചാൽ ജോലി സംബന്ധമായ കാര്യങ്ങളും നാട്ടിൽ നിന്ന് വിട്ടുപിരിഞ്ഞതും ഇപ്പൊ നാട്ടിലൊക്കെ നമ്മളെ വീടുകളിലും നമ്മളെ കുടുംബത്തിലൊക്കെ നോമ്പ് തുറ അനുബന്ധ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്കതൊക്കെ വീഡിയോ കോളിലൂടെ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ വീക്ഷിക്കാൻ മാത്രമേ കഴിയുള്ളൂ. അതിലൊക്കെ പങ്കെടുക്കാത്ത നൊമ്പരങ്ങൾ നമ്മളൊക്കെ മനസ്സിന്റെ അടിത്തട്ടില് തീട്ടി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഓരോരുത്തർക്കും. കാരണം നമ്മളെ ഒരു പ്രയാസം ഇല്ലാതെ തന്നെ നമുക്കൊക്കെ ഒരു സന്തോഷകരമായിട്ട് നമ്മളെ മനസ്സിനൊക്കെ ഒന്ന് ഫ്രീ ആക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഒരു നാട് കൂടിയാണത്. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ നമുക്ക് അതിനൊക്കെ സൗകര്യം സാഹചര്യങ്ങളൊക്കെ എന്തുവാണ് പ്രിയമുള്ളവരെ. ഞാനൊക്കെ ഈ അലകയിൽ ഒരു 10-22 കൊല്ലത്തോളം ഒരുപാട് ഇവിടെ ജോലി ചെയ്ത് ഈ ഏരിയയിലൊക്കെ പ്രവർത്തിക്കാൻ എനിക്ക് കഴിഞ്ഞു. പക്ഷെ ഇങ്ങനത്തെ ഒരു അനുഭവം എനിക്കുണ്ടല്ലോ സത്യം. ഈ ഒരു ഇഫ്താർ ഒരു തക്കാരം തന്നെ പറയാം. സംഘമാക്കാൻ ഇപ്പൊ ആയിട്ടില്ല, അടുത്തേൽ നമുക്ക് ആലോചിച്ചാലോ ഭാവമൊക്കെ ഉണ്ടല്ലോ സംഘമാക്കാം. അപ്പൊ ഇതിലൊക്കെ നമുക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞാൽ വലിയ സന്തോഷമുണ്ട്. നമ്മൾ ഇവിടെ നിന്ന് വിട്ടുപോയിട്ട് നമ്മൾ നാട്ടിൽ പോയി നിൽക്കുമ്പോഴാണ് നമുക്ക് ഇതിന്റെ അനുഭവം അറിയാം. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഭക്ഷണം അന്ന് അതിലൊന്നും കൂടാൻ കഴിഞ്ഞില്ലല്ലോ. അപ്പൊ ഇതിലൊക്കെ കൂടിയതിലൊക്കെ ഒരുപാട് ഈ വളരെ സന്തോഷമുണ്ട്. ഇനി അടുത്ത പ്രാവശ്യം നമ്മൾക്ക് ഇതാ കണ്ടില്ലേ ഭക്ഷണം നമ്മുടെ സ്വന്തം സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. ഇങ്ങനൊക്കെ നമുക്ക് ഇതിലൊരു അവസരം തന്നെ. ഇതിന് ആരാണ് ഇത് ഉണ്ടാക്കിയെടുക്കാറില്ല. പക്ഷെ ഇത് ചെയ്യാന്ന് പറയും. ഇത് അവസരം ഒരുക്കിയ ആൾക്കാരുണ്ടല്ലോ, അതായത് അതുവരെ എനിക്കും അറിയില്ല. പക്ഷെ ഇത് അവസരം ഒരുക്കിയ ആളുകൾക്ക് ഞാൻ എൻ്റെ ഒരുപാട് നന്ദിയും കടപ്പാടും അവരോട് ഞാൻ വെറും നന്ദിയും കടപ്പാട് മാത്രമല്ല കേട്ടോ, ഉള്ളിലെടുത്ത് പറയാണ്. അതുകൊണ്ട് എല്ലാവർക്കും നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഇനിയുള്ള കാലം നമുക്ക് എല്ലാവർക്കും ഒത്തൊരുമയോടുകൂടി പ്രവർത്തിച്ചിട്ട് നമുക്ക് ഇങ്ങനത്തെ പരിപാടികളൊക്കെ നടത്തി മുന്നോട്ട് പോവാം. എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. ഈ ഇഫ്താർ സൽക്കാരത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. പ്രത്യേകിച്ച് കരുതിയിരുന്നാണ് ഒരു തുറന്ന സ്ഥലത്ത് വെച്ചിട്ട് ഒരു തുറന്നൊരു നോമ്പൂറ നമ്മളെല്ലാവരും കരുതിയിരുന്നാണ്. എങ്ങനെയാലും അതിന് അണിയറയിൽ പ്രവർത്തിച്ചവർക്കും പിന്നെ മുന്നിട്ട് ഇറങ്ങിയവർക്കും അള്ളാഹു അതിന്റെ പ്രതിഫലം നൽകട്ടെ. അതുപോലെ തന്നെ ബഹുമാനികളെ പ്രിയപ്പെട്ട നേതാക്കന്മാരെ, എല്ലാവരും സൂചിപ്പിച്ചതുപോലെ ഇത് വല്ലാത്തൊരു വൈബ് അറിയല്ലേ, അങ്ങനെ പറയാ. ഞാൻ ഇന്നലെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യപ്പെട്ടില്ല. ഇന്ന് ഷിയാറിലൊരു നോമ്പുണ്ടായിരുന്നു, അതിൽ ക്ഷണിക്കുകയും ചെയ്താണ്. പക്ഷെ നമ്മുടെ ഒരുമിച്ച് കൂടല് അത് കരുതിയിട്ട് മാത്രമാണ് ഇങ്ങോട്ട് തിരിഞ്ഞത്. ഏതായാലും ഒരുപാട് സന്തോഷമായി. ഇൻഷാ അല്ലാഹ് എല്ലാവരും പറഞ്ഞതുപോലെ വരും വർഷങ്ങളിൽ നമുക്ക് ഇതിലേറെ നല്ല രീതിയിൽ ഇത് സംഘടിപ്പിക്കാൻ
നമ്മൾ ഓരോരുത്തരും പ്രത്യേകം ശ്രദ്ധിക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇതുമായിട്ട് നമ്മള് എല്ലാരും പറഞ്ഞ പോലെ തന്നെ കാലമായിട്ട് അപ്പൊ ഇവിടെ എത്തിയിട്ട് 3 വർഷമായി. എന്നാലും എല്ലാ കൊല്ലം 3 കൊല്ലത്തിൽ ഫസ്റ്റ് വന്ന അന്ന് മുതലേ തുടങ്ങിയതാണ് ഒരു പരിപാടി തുടങ്ങാൻ, ഒരു പരിപാടി വെക്കണം എന്നുള്ളത്. എല്ലാ കൊല്ലം പറയുന്നുണ്ട്. പക്ഷേ ഈ പ്രാവശ്യമാണ് അന്ന് ഒത്തുകൂടിയത്. ഏതായാലും ഷെരീഫാക്ക് പറഞ്ഞ പോലെ എല്ലാ നോമ്പിന് മാത്രമല്ല എല്ലാ മാസവും ഇതേപോലെ ഒരു പരിപാടി നടത്തണം എന്നാണ് എൻ്റെ അഭിപ്രായം. അതുപോലെ ഇതിന് വന്ന എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ഏതായാലും നമ്മള് ഈ അലകയുടെ ഒരു കൂട്ടായ്മയാണിത്. ഏതായാലും നമ്മൾ കുറെ കാലമായി ഇങ്ങനെ അഭിപ്രായങ്ങൾ പറയുകയാണെങ്കിലും ഇന്ന് നമുക്കത് പിന്നെ പൂർത്തിയാക്കാൻ കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ്. പിന്നെ റഫീഖൊക്കെ പറഞ്ഞ മാതിരി ഇടയ്ക്കൊക്കെ മാസം അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോഴെങ്കിലും ഒക്കെ ഒന്ന് ഇതേമാതിരിയൊക്കെ ഒന്ന് തട്ടിക്കൂട്ടുന്നത് നല്ലതാണ്. നമ്മളെ ബന്ധങ്ങളും പിന്നെ നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്ന് കൂടാനും ഇതേമാതിരി പിന്നെ എല്ലാവരും ഒന്ന് ഒത്ത് കാര്യങ്ങളൊക്കെ ഒരു സൗഹൃദം പിന്നെ തീർച്ചയായും ബന്ധിപ്പിക്കാനൊക്കെ നല്ല ഒരു അഭിപ്രായമാണ്. ഏതായാലും ഇൻഷാ അല്ലാഹ് ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും എൻ്റെ വ്യക്തിപരമായിട്ടും അലകയുടെ നമ്മളെ കൂട്ടായ്മയുടെ പേരിലും ഞാൻ നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും നന്ദി. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. മീഡിയേറ്റർ ആയിട്ട് പറ്റും. ഞാൻ തൊപ്പിട്ട് ഈ കുട്ടി ഒരു മീഡിയ ആയി വരുമ്പോൾ നാളെ ഞാൻ സംസാരിക്കും കുട്ടീൻ്റെ. എന്താ തങ്ങളെ അന്ന് ആ തൊപ്പിട്ടതിന്റെ കാര്യങ്ങൾ തൊപ്പിട്ടപ്പോ ഞാനാണ് നിങ്ങളുടെ ഫോട്ടോ 20 കൊല്ലം കഴിഞ്ഞാലിട്ടോ ആഴ്ച 20 കഴിഞ്ഞതിന്റെ ശേഷം ഞാൻ